Next we'll be going through module 5, which is electromagnetics. Module 4 നിങ്ങളുടെ നോട്ടിൻ്റെ അകത്ത് module 5 and 6 section 1 എന്ന് പറയുന്നതാണ് module 4. അപ്പോൾ നമ്മൾ module 1-ൽ പഠിച്ചത് general coordinate system, second module electrostatics, third magnetostatics, fifth transmission line, fourth സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും കോമ്പിനേഷനായ ഇലക്ട്രോമാഗ്നറ്റിക്സാണ്. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ അകത്ത് ഇലക്ട്രിക് വേവിൻ്റെയും മാഗ്നറ്റിക് വേവിൻ്റെയും രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ആയിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കാണുന്നത്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവ്സിൻ്റെ ഗുണങ്ങൾ എന്താണ്? അത് ഒരു ഇൻഫർമേഷൻ അല്ലെ ഒരു എനർജി ഫ്രം എ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. അത് ഈക്വലായിട്ടായിരിക്കും അതിൻ്റെ ഏത് പോയിൻറ്റിലും, ട്രാൻസ്മിഷൻ്റെ ഏത് പോയിൻറ്റിലും ഈക്വലായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും എനർജിയും എല്ലാം. അന്ന് അതിൻ്റെ എക്സാമ്പിളായിട്ട് റേഡിയോ വേവ്സ്, മൈക്രോവേവ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഇപ്പം ഏതൊക്കെ വേവ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവിൻ്റെ അകത്ത് ഇന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻ്റെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും കണ്ടീഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ ആ വേവ് സോഴ്സിൻ്റെ ഏതൊരു പോയിൻറ്റും, ഡെസ്റ്റിനേഷനിലെ ഏത് പോയിൻറ്റും, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ഏതൊരു പോയിൻറ്റിലും അതിൻ്റെ ഇത് സെയിം ആയിരിക്കും. ഇതെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് സ്ക്രീൻ പോകണ്ട, ഇലക്ട്രോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. പ്രോപ്പർട്ടീസ് ഇത് 4 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യുന്നവരും ഈ ഇലക്ട്രോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അസ്യൂം ചെയ്യുന്നതായിരിക്കും. ഹൈ വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്ന, അതുപോലെ തന്നെ അത് ഫ്രം എ സോഴ്സ് റേഡിയേറ്റ് ചെയ്യുന്ന മാതിരിയായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവ്സ്. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോരുത്തരിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനി നമ്മൾ ഡീറ്റെയിൽഡ് അടുത്തതിൽ പറയും. കണ്ടീഷൻസ് ലോസ്ലെസ് മീഡിയം, ലോസി മീഡിയം ആയിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അകത്തും ഈ 2 കണ്ടീഷൻ വെച്ച് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും ഒക്കെ. അത് ഇപ്പം ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ, അതൊന്നും കൂടുതൽ നോക്കണ്ട. ഈ ഇത്രയും പറഞ്ഞ പോർഷൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് 4 മാർക്സിന് ചോദിക്കുന്നത്. അല്ലെ വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസും ഇറ്റ് അക്വയർസ് both the properties of electrostatics and magnetostatics. They travel from one point to another, whereas from one point to another, having the properties of both at any point of the transmission. Okay, ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത ഇമ്പോർട്ടൻ്റ് എന്താണ് ജനറൽ വേവ് ഇക്വേഷൻ ആണ്. അപ്പം ജനറൽ വേവ് ഇക്വേഷൻ്റെ അകത്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് മാക്സ്വെൽ ഇക്വേഷൻ 2 ഉണ്ടല്ലോ. നമ്മൾ മാക്സ്വെൽ ഫസ്റ്റ് ഇക്വേഷനാണ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ആ ഡോ ബി ബൈ ഡോ ടീൻ്റെ അകത്ത് നമ്മൾ ബിയെ മ്യൂ എച്ച് ആക്കി, ബി ഈക്വൽ ടു മ്യൂ എച്ച് ഉണ്ടല്ലോ, അത് ചെയ്യുന്നേരം എന്താണ് വരുന്നത്? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ടി. അതിന് ഇക്വേഷൻ 1 കൊടുത്തു. ഇതും മാക്സ്വെല്ലിൻ്റെ സെക്കൻഡ് ഇക്വേഷനാണ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇതിൽ ഡി എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു എപ്സിലോൺ ഇ ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഏത് വേവ് ഇക്വേഷൻ്റെ അകത്ത് ബോത്ത് ഇലക്ട്രിക്കലും മാഗ്നറ്റിക്കും ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. നോക്കുക, ഈ എല്ലിൻ്റെ ഇ എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കകത്ത് മാഗ്നറ്റിക് ഇഫക്റ്റുമായിട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ടൊരു റിലേഷൻ ഉണ്ടെന്നുള്ളത് കാണിക്കാനാണ്. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതുക, കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ ഇക്വേഷൻ ഏതാണോ ടേം വരുന്നത് അത് എഴുതുക.
ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എഴുതാനായിട്ട് D = എപ്സിലോൺ E. എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിൽ. അപ്പോൾ J ആണ് സിഗ്മ E പ്ലസ് എപ്സിലോൺ ഡോ E ബൈ ഡോ ടി. അത് ഇക്വേഷൻ 2. ഇത് മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഡെൽ ഡോട്ട് D = തേർഡ് ഇക്വേഷൻ, ഡെൽ ഡോട്ട് D = 0 കറസ്പോണ്ടിങ് ഡെൽ ഡോട്ട് H = 0. ഡെൽ ഡോട്ട് D = 0 കറസ്പോണ്ടിങ് ഡെൽ ഡോട്ട് E = 0. അങ്ങനെ ഈ 4 ഇക്വേഷനും എഴുതി കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എച്ചിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത്? പിന്നെ ഒരു കേൾ ചെയ്യുക ഡെൽ ക്രോസ് വെച്ച്. അപ്പോൾ എന്താണ്? ഡെൽ ക്രോസ് E = കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലെടുത്തിട്ട് ഡെൽ ക്രോസ് ഡോ H ബൈ ഡോ ടി. ഈ ഡോ എന്ന് പറയുന്നത് D ബൈ ഡി ടി തന്നെയല്ലേ. അപ്പോൾ ഇതിനെ വെളിയിലാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ഇൻറ്റു ഡെൽ ഡോട്ട് H. ആ ഡോ ബൈ ഡോ ടി വെളിയിലെടുത്തു. ഓക്കെ, ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഡോ ക്രോസ് ഡോ എച്ച് എന്ന് പറയുന്നത് അതാണ്ട് ഈ നിങ്ങളുടെ സെക്കൻഡ് ഇക്വേഷൻ ആണല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേരം മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ആ ഇക്വേഷൻ സിഗ്മ E പ്ലസ് എപ്സിലോൺ ഡോ E ബൈ ഡോ ടി. ഇത് കോൺസ്റ്റൻ്റ് ആണ്ട് വെളിയിലെടുത്തു. ഡോ E ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ, 2 വട്ടം ഡോ വരുന്നതുകൊണ്ട് ഡോ സ്ക്വയർ E ബൈ ഡോ ടി സ്ക്വയർ. ഇക്വേഷൻ 7. ഇനി അതിനെ നമുക്കിത് വെക്റ്ററിൻ്റെ ഒരു ഇക്വേഷൻ ആണല്ലോ, വെക്റ്റർ ഐഡൻറ്റിറ്റി. ഇതിലെ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡെൽ ഡോട്ട് E എന്ന് പറയുന്ന നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് എന്താണ്? 0 ആണ്. അപ്പോൾ ഡെൽ ക്രോസ് E എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ടേം പോയി, കാരണം ഇത് 0 ആണ്. അപ്പോൾ ഡെൽ ഇൻറ്റു 0 0 തന്നെ. അപ്പോൾ മിച്ചം എന്താണ്? മൈനസ് ഡെൽ സ്ക്വയർ E. അതാണ് ഇക്വേഷൻ 9 എഴുതുന്നത്. അപ്പോൾ 7ൻ്റെ അവിടെ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാമല്ലോ. ഇത് റീപ്ലേസ് ചെയ്യുന്നേരം മൈനസ് ഡെൽ സ്ക്വയർ E = മൈനസ് മ്യൂ എപ്സിലോൺ മൈനസ് മ്യൂ സിഗ്മ ഡോ E ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ E ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, രണ്ടിടത്ത് നെഗറ്റീവ് ഉണ്ട്, അതെല്ലാം മാറ്റി. ഇതാണ് വേവ് ഇക്വേഷൻ ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ സെയിം രീതിയിൽ നമ്മളിനി മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ ഇക്വേഷൻ നമ്പർ 2 ഡെൽ ക്രോസ് എച്ചിനെ ചെയ്യുന്ന അടുത്തത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ അല്ല, അത് തീർന്നില്ല, അത് ഇതിൻ്റെ കൂടെ ഇതൊന്നും കൂടെ ചെയ്തേക്കുക. എപ്സിലോൺ വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ എന്താണ്? ഡെൽ സ്ക്വയർ, നമുക്കിവിടെ ഡെൽ സ്ക്വയർ ഡി = മ്യൂ എപ്സിലോൺ ഇതെന്ന് പറഞ്ഞാൽ ഡോ ഡി ബൈ ഡോ ടി മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഡി ബൈ ഡോ ടി സ്ക്വയർ ഇൻ ടേംസ് ഓഫ് ഡി വേണമെങ്കിൽ. ഓക്കെ, അത് തന്നെ വീണ്ടും എഴുതിയേക്കാം. വേവ് ഇക്വേഷൻ ഫോർ ഡി. എന്നിട്ട് നമ്മുടെ ഡെൽ സ്ക്വയർ എച്ച് സെക്കൻഡ് ഇക്വേഷൻ ചെയ്തേക്കുന്ന സെയിം പ്രൊസീജിയറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ ഡെൽ ക്രോസ് എച്ച് = ഡെൽ ക്രോസ് സിഗ്മ E പ്ലസ് എപ്സിലോൺ ഡെൽ ക്രോസ് E ഇൻറ്റു ഡോ ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെല്ലും എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മാറ്റാമല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അത് തന്നെ റീറ്റെയിൻ ചെയ്യുന്നത്. സിഗ്മ കോൺസ്റ്റൻ്റ് ആയിട്ട് സിഗ്മ വെളിയിലെടുത്ത് ഡെൽ ക്രോസ് E പ്ലസ് സിഗ്മ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് E. കണ്ടോ? ആ സെയിം സ്റ്റെപ്പാണ് 13 ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഡെൽ ക്രോസ് E എന്ന് പറയുന്ന
നമ്മുടെ വേണ്ട ഫസ്റ്റ് ഇക്വേഷൻ ഇല്ലേ, ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെയിം ആദ്യത്തെ രീതിയിൽ പോലെ തന്നെയാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്താണ് ഇവിടെ സിഗ്മ ഇൻറ്റു മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി, ഇവിടെ പ്ലസ് സിഗ്മ മൈനസ് മ്യൂ ഡോ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ വരുന്നതിനുണ്ട് മൈനസ് ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ഈ സെയിം ഇക്വേഷൻ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് 0 ആണ് തേർഡ് ഇക്വേഷൻ. അതുകൊണ്ട് ആ ഡെൽ ഡോട്ട് എച്ചിൻ്റെ അവിടെ 0 ആയിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എന്താണ് വരുന്നത്, ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു മൈനസ് ഡെൽ സ്ക്വയർ എച്ച്. അത് നമ്മുടെ ഇക്വേഷൻ 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നവർ എന്താ വരിക, മൈനസ് ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു മൈനസ് മ്യൂ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് മാഗ്നറ്റിക് ഇഫക്റ്റിലെ വേവ് ഇക്വേഷൻ. ഓക്കെ, അതാണ് 17th ഇക്വേഷൻ. അതിനും ഇൻ ടേംസ് ഓഫ് ബി ആക്കണമെങ്കിൽ എന്താണ്, ഈ എച്ചിൻ്റെ കൂടെ ത്രൂ ഔട്ട് മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഡോ സ്ക്വയർ ബി ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ബി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ബി ബൈ ഡോ ടു സ്ക്വയർ. ഇത് ജനറലായിട്ട് എഴുതിയ ഇക്വേഷനാണ്. ഏതാണെങ്കിലും വേവ് ഇക്വേഷനടുത്ത് ഡെൽ സ്ക്വയർ ഈക്വൽ ടു, ഇപ്പോൾ ഈയുടെ ആണെങ്കിൽ ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ഡി ബൈ ഡോ ടി ഇൻറ്റു ഇ പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ജനറലായിട്ട് എഴുതിയേക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതിന് കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കറസ്പോണ്ടിങ് എടുത്തതാണ്. ഓക്കെ, ഇനി ഉള്ളത് യൂണിഫോം പ്ലെയിൻ വിൻ ഫ്രീ സ്പേസ്. ഇനിയപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായത് എന്താണ്, ഏതൊരു വേവ് ഫോം ആണെങ്കിലും ഇപ്പം ജനറലായിട്ട് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു XY കോർഡിനേറ്റ് സിസ്റ്റം. എക്സ് ആക്സസിലാണ് ഇലക്ട്രിക് ഫീൽഡും വൈ ആക്സസിലാണ് മാഗ്നറ്റിക് ഫീൽഡെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എലോങ് Z ആക്സസ് ആണ്. മനസ്സിലായോ? നമ്മുടെ വേവ് ഫോം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുക, AZ ഡിറക്ഷനിലായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോകുന്നത്. അത് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനിലുമായിട്ടല്ല പോകുന്നത്. എക്സിൽ ഇലക്ട്രിക് ഫീൽഡും എച്ചിൽ മാഗ്നറ്റിക് ഫീൽഡുമാണ്. വേവ് ഫോം പോകുന്ന Z ഡയറക്ഷനിലാണ്. അത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷെ Z ഡയറക്ഷനിലേ പോവുള്ളൂ. ക്ലിയർ ആയോ? കുഞ്ഞിനോടല്ല ചോദിച്ചത്, നമ്മൾ സ്റ്റുഡൻസിനോടാണ് ചോദിച്ചത്. ഓക്കെ, അതാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ Z ഡയറക്ഷൻ നിങ്ങൾ ഇത് Z ഡയറക്ഷനിലാണ്. ഇയും എച്ചും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഈച്ച് അതർ ആയിരിക്കും. ഒരു 2 മിനിറ്റ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ആ വേവ് ഫോംസിന് പറയുന്നതാണ് Z ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന വേവ് ഫോമാണ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അടുത്തത് പിന്നെ അയക്കാമേ. താങ്ക് യു.